ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടർ ഹോം ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെർബൽ ഷാമ്പൂൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ ഏതൊരു കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ കുഞ്ഞു മക്കൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി 3 ഐറ്റംസാണ് ചേർക്കുന്നത്. ഒന്ന് നെല്ലിക്ക ഉണക്കിയത്, അതേപോലെ ഷിക്കായി, പിന്നെ റീത്ത. ഇതിൻ്റെ പൗഡർ ഫോമല്ല, മുഴുവനായിട്ടുള്ളത് തന്നെ ഉണക്കിയതാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതെ, റീത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് സോപ്പ് നട്ട്സ് എന്ന് പറയും. ചിലരുടെ വീട്ടിൽ ഇതിൻ്റെ മരം കാണും. ഇത് നല്ല പതയാൻ സഹായിക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് വാഷും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റീത്ത ഒരു 50 ഗ്രാമാണ് ഞാൻ ഷാമ്പൂവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് ഇച്ചിരി കല്ലുപോലെ ഇരിക്കും, നമ്മളൊന്ന് തല്ലി കൊടുക്കണം. അപ്പോഴിത് വെള്ളത്തിലിടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അകത്തൊരു കുഴുവുണ്ട്, അതും കൂടി ഞാൻ തല്ലി ചേർക്കുകയാണ്. ഇതുപോലെ അതിൻ്റെ കുഴുവും കൂടി ഞാൻ 50 ഗ്രാമാണ് റീത്ത എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സോപ്പ് നട്ട്സ് എന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുപോലെ ഷിക്കായി ഇതും 50 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഉണ്ടാക്കി വെക്കണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഉണ്ടാക്കുന്നത്. ഇത് നെല്ലിക്ക ഉണക്കിയത്, അത് 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ നല്ല പൊടിയൊക്കെ കാണും. അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നീട് വെള്ളം ഒഴിക്കുന്നത്. ഞാൻ ഈ 3 ഐറ്റം, അതായത് 50 ഗ്രാം, അത് 150 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് ഒരു രാത്രി മൊത്തവും ഞാൻ കുതിരാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം ഞാൻ എടുക്കുന്നത്. ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ 1.5 ലിറ്റർ വെള്ളത്തിൽ 150 ഗ്രാം ഈ 3 എണ്ണം കൂടി ചേർത്തിട്ടുള്ളതാണ്. കൈ കൊണ്ട് നമ്മൾ ഞെരടുമ്പം തന്നെ നല്ല പതയുന്ന കണ്ടോ. അത് സോപ്പ് നട്ട്സ് ഇതിലുള്ളത് കൊണ്ടാണ്, ഇത് റീത്ത ഉള്ളത് കൊണ്ടാണ്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ തിളപ്പിക്കൽ പിന്നെ അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെട്ടു. ഒരു 15 മിനിറ്റ് കൂടെ മതി. അപ്പോഴേക്കും അതിൻ്റെ ഒരു പകുതിയായിട്ട് മാറും. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം അത് ഏകദേശം ഒരു 800 ml 750 ml ആയിട്ടൊക്കെ മാറിക്കഴിയും. ഇത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നല്ലൊരു ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനിയുള്ള പ്രോസസ്സെല്ലാം നമ്മൾ അച്ചാറിടുന്ന പോലെ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത പാത്രം, അരിപ്പ്, സ്പൂണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ ഈർപ്പമുള്ള സ്പൂണ് അല്ലെങ്കിൽ പാത്രം, മിക്സിയുടെ ജാറൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനേ പറ്റത്തുള്ളൂ. ചളിച്ച ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് ഞാൻ എല്ലാ പാത്രവും എല്ലാം തന്നെ മിക്സിയുടെ ജാറായാലും എല്ലാം തുടച്ച് എടുത്തിട്ടുള്ളതാണ്. അതിന് ഇത് നന്നായിട്ട് മിക്സിയിൽ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 800 ml ഒക്കെ കിട്ടും. അതായത് അതിൻ്റെ പകുതിയായിട്ട് മാറിക്കഴിയും. കണ്ടോ, നന്നായിട്ട് പതയും, മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. നല്ലൊരു ഷാമ്പു ആണ്. പിന്നെ ഇതിൽ വലിയ മണമൊന്നുമില്ല. ഇത് നമ്മൾ മെഹന്തിയൊക്കെ ഉണക്കിയ ആ ഒരു സ്മെല്ലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും മണത്തിന് വേണ്ടി നല്ലൊരു ഇത് ചേർത്ത് കൊടുക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അത് നമുക്ക് ഉണങ്ങിയ ഒരു കുപ്പിയിലാക്കി ഇത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. എനിക്ക് ഏകദേശം ഒരു മാസമൊക്കെ ആയപ്പോൾ തന്നെ ഇത് തീർന്നു. പിന്നെ ഞാൻ ഇത് രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെ ഞാൻ ഹെർബൽ സോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എണ്ണ കാച്ചിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.